എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് പാലോടിലുള്ള ഒരു പാസ്റ്റർ സേതുവിനെക്കുറിച്ച്. ഏതാണ്ട് 75 വയസ്സ് പ്രായമുള്ള പാസ്റ്റർ സേതു ഇപ്പോൾ വലിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. വാസ്തവത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. 2 മക്കളാണ്. അതിൽ ഒരാൾ, ഇളയ ആളിൻ്റെ പേര് മാനുവൽ. അദ്ദേഹം മരണപ്പെട്ടു. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു. മൂത്ത മകൻ ഒരു ആക്സിഡൻ്റായി അദ്ദേഹം ഹോസ്പിറ്റൽ ബെഡ് റെസ്റ്റിലാണ്. ഏതാണ്ട് 42 വർഷത്തോളം സുവിശേഷ വേല ചെയ്തു. അസംബ്ലി ഓഫ് ഗോഡ്, ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ് AG സഭ. ഏതാണ്ട് 7 കോടിയിലധികം വിശ്വാസികളുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സഭയിൽ 19 വർഷവും, പിന്നീട് ട്രൈബൽ മിഷൻ എന്ന സംഘടനയിൽ 6 വർഷവും സുവിശേഷകനായി പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കഞ്ഞിയില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കയറി കിടക്കാൻ വീടില്ല. ഞാനിത് പറയാൻ വന്ന പ്രധാനപ്പെട്ട കാരണം, പാസ്റ്റർമാരൊക്കെ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ AG സഭയുടെ ഓവർസിയർ, അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം എങ്ങനെയാണ്? ഒരു AG സഭയുടെ സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം എങ്ങനെയാണ്? ട്രൈബൽ മിഷൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്? എന്നും സാധാരണക്കാരായ പാസ്റ്റർമാർ ജീവിതകാലം മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി IPC ആയിക്കൊള്ളട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, AG ആയിക്കൊള്ളട്ടെ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച് തങ്ങളുടെ ജീവിതം മുഴുവനും ഈ സഭകൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനം 70 വയസ്സാകുമ്പോൾ ഇവർക്ക് ഒരു റിട്ടയർമെൻറ്റും കൊടുത്ത് കരിയാപ്പല പോലെ ഇവരെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിലും വർക്ക് ചെയ്താൽ, ഗവൺമെൻറ്റിലാണെങ്കിൽ പെൻഷൻ കിട്ടും, മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിലാണെങ്കിലും പെൻഷൻ കിട്ടും. ഒരു നന്ദിയില്ലാത്ത ഒരു സമൂഹമാണ് ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. പെന്തക്കോസ്ത് സഭകൾ ഒരു നന്ദിയില്ലാത്തവന്മാരാണ്. പറയാതിരിക്കാൻ പറ്റിയല്ല. ഇത് അത്രയ്ക്ക് വിഷമമുള്ളത് കൊണ്ട് പറയുന്ന. ഞാനിത് പറയുമ്പോൾ പെന്തക്കോസ്ത് സഭക്കാരൊക്കെ എന്നെ എതിർക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, IPC ആയിക്കൊള്ളട്ടെ, AG ആയിക്കൊള്ളട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, ഷാരോൻ ആയിക്കൊള്ളട്ടെ, ചർച്ച് ഓഫ് ഗോഡ് 2 വിഭാഗമായിക്കൊള്ളട്ടെ, ഒരു നന്ദിയില്ലാത്തവരാണ്, ഒരു നന്ദിയില്ലാത്തവന്മാരാണ്. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു വൈദികൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അച്ഛന് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാം കൂടെ കൂടി ഏതാണ്ട് ഒരു 25,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ അച്ഛൻ റിട്ടയർഡായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര രൂപ കിട്ടും? അച്ഛൻ പറഞ്ഞു, എനിക്ക് ഏതാണ്ട് ഒരു 8,000 രൂപയോളം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു എപ്പിസ്കോപ്പൽ സഭയിലെ ഒരു വൈദികന് 25,000 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, ഓരോ സഭകളുടെ അനുസരിച്ച് ഇത്രയും സാലറി ലഭിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് പെൻഷൻ കാശായിട്ട് പൈസ ലഭിക്കുന്നു. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ള വ്യക്തികൾ, അവരുടെ അവസാനം എങ്ങനെ ഇരിക്കുന്നു? ഇത് ഞാൻ പറയുമ്പോൾ ചില പെന്തക്കോസ്തുകാർ പറയും, അവൻ ദൈവത്തെ അല്ല സേവിച്ചത്, സഭയാണ് സേവിച്ചത്. എൻ്റെ സ്നേഹിത, പെന്തക്കോസ്തൽ സമൂഹത്തിൽ ആരെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാസ്റ്റർമാർ കള്ളത്തരത്തിലൂടെയും വെട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും ഉണ്ടാക്കിയിട്ടുള്ളൂ. നെഞ്ചത്ത് കൈവച്ച് വത്സൻ എബ്രഹാമിന് പോലും
അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ ഓവർസിയറിന് പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന പെന്തക്കോസ്ത് സഭയുടെ നേതാക്കന്മാർക്ക് നെഞ്ചത്ത് കൈവച്ച് കള്ളത്തരത്തിലൂടെയും വെട്ടിപ്പിലൂടെയും തട്ടിപ്പിലൂടെയും അല്ല പൈസ ഉണ്ടാക്കിയത് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു നേതാവ്, സെൻട്രൽ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, സോണൽ പ്രിസ്ബിറ്റർ ആയിക്കൊള്ളട്ടെ, ഓവർസിയർ ആയിക്കൊള്ളട്ടെ, ചങ്കൂറ്റമുള്ളവനുണ്ടാവുമോ? ഇല്ല. നിങ്ങൾ ബുദ്ധിമാന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറുക്കനെ പോലെ, കണ്ണിങ് ആസ് എ ഫോക്സ്, കാശുണ്ടാക്കിയവനെല്ലാം കുറുക്കനെ പോലെ സൂത്രശാലിയും ബുദ്ധിമാനുമായിരുന്നു. അങ്ങനെയുള്ളവനാ കാശുണ്ടാക്കിയത്, അല്ലാത്തവൻ പണം ഉണ്ടാക്കിയില്ല. എനിക്ക് എത്രയോ സുവിശേഷകന്മാരെ അറിയാം, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ഗതിയില്ലാതെ കിടക്കുന്ന പാസ്റ്റേഴ്സുണ്ട്. ഈ വമ്പന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ എത്രയോ പാസ്റ്റർമാരുടെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്താണ് പെന്തക്കോസ്ത് സഭാ നേതാക്കന്മാരെ, നിങ്ങളൊരു നന്ദിയില്ലാത്തവന്മാരായി തീർന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ ഭാഷയിൽ ചോദിച്ചാൽ, എന്താണ് സഭയിലെ പ്രസിഡൻറ്റുമാരെ, നേതാക്കന്മാരെ, ഓവർസിയർമാരെ നിങ്ങൾക്കൊരു ഉളുപ്പും നാണവും ഇല്ലാത്തതെന്നാണ് ഞാൻ ഈ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ഭാഷയല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കാണ്. എന്തെങ്കിലും ഒരു നന്ദി വേണ്ടേ? പോട്ടെ, ഒരു നാണക്കേട് നിങ്ങൾക്കില്ലേ? ട്രൈബൽ മിഷനിൽ 6 വർഷം പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ യാചിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിനൊരു നാണക്കേടില്ലേ? 19 വർഷം AG സഭയിൽ പാസ്റ്ററായിരുന്നിട്ട് ആ സുവിശേഷകൻ അല്ലെങ്കിൽ ആ പാസ്റ്റർക്കും കുടുംബത്തിനും കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. അവർ ചൂടുവെള്ളം ഉണ്ടാക്കിയാണ് കുടിക്കുന്നത്, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് സുവിശേഷമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോകം മുഴുവൻ കറങ്ങി നടന്ന് കണ്ട അവരുടെ ഇവരുടെ എല്ലാം വീട്ടിൽ കയറി നിരങ്ങി ആളുകളെയെല്ലാം പിടിച്ച് മതത്തിൽ ചേർത്തിട്ട് ദൈവവിളിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വലിച്ച് ചാടിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അവസാനം അവനൊരു കഞ്ഞിയും പയറും കുടിക്കാനുള്ള കാശ് പോലും കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നാ ഉണ്ടാക്കാനാണ് നടക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. പച്ച മലയാളത്തിൽ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവും വേണ്ടേ? IPC ആയാലും കൊള്ളാം, AG ആയാലും, ചർച്ചോക്കാടായാലും കൊള്ളാം, ഏത് അവനായാലും കൊള്ളാം, എന്നെ സംബന്ധിച്ചിട്ടൊന്നും എനിക്ക് പുത്തിരിയുള്ള കാര്യമല്ല. ഞാനെങ്കിലും പറയാനുള്ളത് പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയാം. ഒരു ഉളുപ്പും നാണവും വേണ്ടേ നിങ്ങൾക്ക്? അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ പോയി അടിച്ചു പെരുക്കി തീറ്റയും കഴിഞ്ഞ് തടിച്ചു വീർത്ത് മൂട്ട പോലെ ഇരിക്കുകയും എന്നിട്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കി ബാങ്കിലും അവിടെ ഇവിടെയെല്ലാം നിക്ഷേപിച്ച് വലിയ വലിയ വില കൂടിയ ലംബോർഗിനിയും ബെൻസും ഓടിയും കാറുകളിൽ കറങ്ങി നടന്ന് നാട്ടുകാരെ പറ്റിച്ച് നിങ്ങൾ കാശുണ്ടാക്കി അല്ലേ? ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പേടിയുണ്ടായിട്ടുമല്ല. നിൽക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു അപമാനമുണ്ടാകണ്ടല്ലോ എന്നോർത്താണ് ഇതൊന്നും പറയാത്തത്. അതുകൊണ്ട് പല കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ സുവിശേഷകന് ഒരു മാസം ഒരു 3000 രൂപയെങ്കിലും, ഒരു ദിവസം 100 രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ മേലേ? 42 വർഷം സുവിശേഷ വേല ചെയ്തൊരു ശിവദാസനല്ലേ? അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഈ വയറ്റിലേക്ക് വല്ലതും പോയാലല്ലേ വയറ്റിൽ നിന്ന് പോവുള്ളൂ. അതുപോലും ഇല്ലാത്തൊരു ഗതികേടല്ലേ ഇത്? 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യൻ രോഗിയാവും. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതുണ്ട്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാവും. ഇവർക്ക് മരുന്ന് മേടിക്കാനുള്ളൊരു പൈസ കൊടുക്കണ്ടേ? എന്ത് മോശമാണ് ഓരോ സഭകൾ ചെയ്യുന്നത്. എന്നിട്ട് റോട്ടിലും കവലയിലും വഴിവെക്കിലും മൈക്കും കെട്ടിവെച്ചെന്ന് കത്തിച്ച് വിടുകയാണ്. വർഷാവർഷങ്ങളിൽ കൺവെൻഷൻ, അതും കോടികളും ലക്ഷങ്ങളും മുടക്കിയുള്ള കൺവെൻഷൻ. ആരെ തീറ്റിക്കാനാണ്? നിങ്ങൾ എന്ത് സുവിശേഷമാണ് ഈ സമൂഹത്തോട് പറയുന്നത്?
സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത, സ്വന്തം സഹോദരനെ വിഷമം കണ്ടിട്ട് അവനെ ഒരു നേരത്തെ ഒരു 10 കിലോ അരി മേടിക്കാൻ കഴിയുന്നില്ലാത്ത നിങ്ങളൊക്കെ എന്നെ സുവിശേഷ വേല ചെയ്യാനാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ഒരു നാണവും ഒരു ഉളുപ്പും നാണവും വേണ്ടതെന്ന് ചോദിച്ച പോലെ ഞാൻ ചോദിക്കുക. ഞാൻ പറയുന്ന ഭാഗം വാക്കുകൾ ഇച്ചിരി കഠിനമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് സ്വാഭാവികമാണ്. കാരണം ഓരോ സുവിശേഷന്മാർ പട്ടിണി കിടക്കുന്നു. അപ്പോൾ ചോദിക്കും, നിങ്ങളെന്തിനാണ് പട്ടിണി കിടക്കുന്നത്? അതെ, ഞാനും പിന്നെ പല സഭകളുടെയും പാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ഞാൻ അവിടെ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ പോലും ഒരു സമ്മതിക്കില്ല. അവരുടെ അടിമകളായി കിടന്നോണം. മനസ്സിലായോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഭകൾ നടത്തുന്നത്? എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ദരിദ്രന്മാർ, ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജു ബ്രദർ, താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? ഇങ്ങനെ ജീവിതകാലം മുഴുവൻ സുവിശേഷ വേല ചെയ്ത 40-50 വർഷം സുവിശേഷ വേല ചെയ്ത പാസ്റ്റർമാർ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭക്ഷണമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുമോ? ഒന്നാലോചിക്കും. എൻ്റെ സ്നേഹിത, സഭ ശമ്പളം കൊടുക്കാത്ത കൊണ്ടാണ് ഈ കള്ളപ്രവചനം, ഉപവാസം, അതുപോലെയുള്ള ഉടായ്പ പരിപാടികൾ, ഭൂതം, പ്രേതം, മന്ത്രവാദം, കൂടോത്രം, ഇതാണ് മറ്റതാണ്, ഭൂതമൊഴിപ്പിക്കൽ, പിശാചൊഴിപ്പിക്കൽ, ശാപമുക്തി, പാപമുക്തി എന്നൊക്കെ പറഞ്ഞ കുറേ തട്ടിപ്പ് വീരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ കാരണം? ഈ തട്ടിപ്പ് വീരന്മാർ ഭൂതശാന്തി, ശാപമുക്തി, രോഗമുക്തി, ഭൂതം, പ്രേതം, വർത്തമാനം, കൂടോത്രം, മന്ത്രവാദം, ഇത് എല്ലാമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഉപജീവനത്തിന് വേണ്ടിയാണ്. എന്താണ് കാരണം? സഭ ഇവർക്ക് ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഞാൻ ഈ സാജു തോമസ് എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായ ഒരു പിതാവിലും മാതാവിലും ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി ആണ് ഞാൻ സുവിശേഷ വേലയൊക്കെ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോന്നു. ഒരു പ്രവാചകി, നാട്ടിൽ നിന്ന ഒരു പ്രവാചകി വന്ന് എന്നെക്കുറിച്ച് പ്രവചിച്ചു. സാജു ബ്രദർ എത്രയും പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ നടുവും നട്ടലും തളർന്ന് കിടക്കും. 15 വർഷം മുമ്പ് പ്രവചിച്ച കാര്യമായി പറയുന്നത്. ഞാൻ ആ സഹോദരിയോട്, എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങൾ ഈ കള്ളപ്രവചനമായിട്ടൊക്കെ നടക്കരുത്. സാമാന്യ ലോകപരിചയം ഒക്കെ ഉള്ള എന്നോടിത് പറയുമ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത വിദ്യാഭ്യാസവും വിവരമില്ലാത്തവരുടെ അടുത്ത് തന്നെ എന്തായിരിക്കും പറയുന്നത്? ഇങ്ങനെ ഈ പാവം പിടിച്ച ആളുകളെല്ലാം കൂടെ വലിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, നിനക്ക് ദൈവവിളിയുണ്ട്, നിനക്ക് അതുണ്ട്, നിനക്ക് ഇതുണ്ട്, മറ്റതുണ്ടോ മറിച്ചതുണ്ടെന്നും പറഞ്ഞ് വലിച്ചു അടിച്ച് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഇവിടുത്തെ കിടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ കുറേ കള്ളപ്രവാചകന്മാരും പ്രവാചികമാരും നമ്മുടെ നാട്ടിൽ എഴുന്നേറ്റിട്ടുണ്ട്. ചില ആളുകൾ അതൊരു പ്രൊഫഷനായി മാത്രം ഏറ്റെടുത്തിട്ടുണ്ട്, പ്രവചനം. എൻ്റെ പൊന്നെ, ഞാനിതൊക്കെ പറയാൻ വന്നത്, നിങ്ങൾ എന്നാണോ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്, അന്നേ സഭയ്ക്ക് വളർച്ചയുണ്ടാവുള്ളൂ. 100 കണക്കിന് ദൈവദാസന്മാർ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, എന്തിനേറെ ഒരു അണ്ടർവെയർ മേടിക്കാൻ പോലും ഇവരുടെ കാശില്ല. അകത്തെ അവസ്ഥ മറ്റൊരു പറയാൻ, ഈ പാവം പിടിച്ച പാസ്റ്റർമാരൊക്കെ ഒരു അണ്ടർവെയർ ഇടുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. പുറമേ കാണുമ്പോൾ പാൻറ്റൊക്കെ ഉണ്ട്, ഷർട്ടുണ്ട്, പക്ഷേ ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? എത്ര ദിവസമായി ഇവൻ ആഹാരം കഴിച്ചിട്ടെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ആരെങ്കിലും ഇതൊക്കെ ചോദിക്കുന്നുണ്ടോ? ഞാനിതൊക്കെ പറഞ്ഞു വന്നത്, ഈ സിസ്റ്റത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാണ്, അല്ലെങ്കിൽ ഈ സഭയെല്ലാം പിരിച്ചുവിടണം. എന്തിനാണ് ഇതുപോലെയുള്ള ഈ പേട്ട് സഭകൾ? എന്തിനാണ് ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ പേട്ട് സഭകളല്ല? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതുപോലെയുള്ള സഭകളില്ലെങ്കിൽ പാസ്റ്റർമാർ ഇറങ്ങുകയില്ല. പാസ്റ്റർമാർ ഇറങ്ങാതിരുന്ന അവർ എന്തെങ്കിലും വല്ല പണിക്ക് എടുത്തും ജീവിക്കും. ഒരു 20-ാമത്തെ വയസ്സിൽ ഇപ്പോൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവൻ പണിയെല്ലാം എടുത്ത് അവൻ്റെ പിള്ളേരെ എല്ലാം പഠിപ്പിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലൊരു പാസ്റ്റർ കുറേ നാൾ പുള്ളി പ്രവാചകനായും ശുശ്രൂഷകനായും പ്രസംഗനൊക്കെ ആയി നടന്നു. ദാരിദ്ര്യവും പട്ടിണിയും ദുരിതവും ബുദ്ധിമുട്ടും കഴിഞ്ഞ് വലിയ പ്രശ്നമായി. അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ ഈ പരിപാടിയെല്ലാം നിർത്തി എന്നും പറഞ്ഞ് പുള്ളി ആ ബൈബിൾ എടുത്ത് മാറ്റി വെച്ചു. പുള്ളി കയ്യാലപ്പണിക്ക് പോയി. ഇപ്പോൾ പുള്ളിയുടെ കുടുംബം അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഒരു ദിവസം 1000 രൂപ 1200 രൂപ പണി ചെയ്യും. പുള്ളിയുടെ മക്കളെ പഠിപ്പിച്ചു, ഒരു നിലയിലാക്കി. ഈ കാശില്ലാത്തതുകൊണ്ട് പിള്ളേരെയും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. പിള്ളേരെ ഓരോ ദിവസം ചെല്ലുന്തോറും റിബൽ മൈൻഡിൽ അവർ വളർന്നു വരുന്നു. അവസാനം സ്വന്തം മക്കളെ പോലും വിശ്വാസത്തിൽ നിലനിർത്താൻ കഴിയാതെ വണ്ണം ഈ പാസ്റ്റർമാരുടെ മക്കളെല്ലാം പിഴച്ചു പോകുന്നു. ഇതാണ് അവസ്ഥ. ഞാനിവിടെ ആരെ ഒഴിവാക്കിയെന്നല്ല പറഞ്ഞ്, എന്നെ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്കിപ്പം ആരെ ഒഴിവാക്കി പറയേണ്ട ആവശ്യമില്ല. ഒന്ന്, നല്ലൊരു ഭക്ഷണമില്ല, നല്ലൊരു വസ്ത്രമില്ല, കൂട്ടുകാരുടെ കൂടെ ഒത്ത് ഒരു ടൂറിന് പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇതെല്ലാം കൂടി ഫ്രസ്ട്രേഷൻ ശരീരത്തിൽ ഇങ്ങനെ കൂടി അവസാനം സ്വന്തം മക്കളെ പോലും വിശ്വാസം നിലനിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് സഭകളൊക്കെ ഒരു സുവിശേഷകനെ എടുക്കുന്നുണ്ടെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കണം. അല്ലാതെ ഏറ്റവും അധികം മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളാണ്. സ്ത്രീകളെയാണ് ഒന്നാമത് ചൂഷണം ചെയ്യുന്നത്. അവരെ ചൂഷണം ചെയ്യിച്ച് അവരെ കൊണ്ട് ഉപവാസം എടുപ്പിക്കും. 10 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 21 ദിവസം, 40 ദിവസം ഉപവാസം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ചു പറയുമ്പോൾ കുറേ ആളുകൾ വന്ന് അതിനെതിരെ സംസാരിക്കും. എന്നായാലും വേണ്ടിയല്ല, ഞാനുള്ള കാര്യം പറയുകയാണ്. ഈ പാവം പിടിച്ച സേതു പാസ്റ്ററെ പോലെ 100 കണക്കിന് പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. മനസ്സിലായോ? ഞാനൊരു ചെറിയ സ്ഥാപനം നടത്തുന്ന ആളാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കൂടുതൽ സഹായമൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഈ വലിയ പ്രസ്ഥാനങ്ങൾ, ഈ IPC ചർച്ചോടെ AG അത് ഇത് മറ്റത് മറിച്ചത്, ഇവരൊക്കെ പാസ്റ്റർമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ തയ്യാറാകണം. അല്ല ദൈവം നടത്തിക്കോളൂ അത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദൈവം നടത്തുന്നില്ലല്ലോ. നിങ്ങൾ കണ്ട കരക്കാരുടെ ഇവരെല്ലാം ഉള്ള നുണയും കഴിയും കള്ളവും അതുമെല്ലാം പറഞ്ഞ് അവിടെ കൂട്ടായ്മയാണ് ഇവിടെ കൂട്ടായ്മയാണെന്നും പറഞ്ഞ് നിങ്ങൾ കാശ് മേടിച്ച് നിങ്ങൾ പോക്കറ്റിലിട്ട് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കും. എന്നിട്ട് ഈ പാവം പിടിച്ചവന് മാത്രം ഒരു ഗതിയില്ല, പരഗതിയില്ല. എന്തൊക്കെ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയും. എന്തായാലും ഇത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. എന്തായാലും ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വലിയൊരു നാണക്കേടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സുവിശേഷകരെ കണ്ടെത്തി സഹായിക്കാൻ തയ്യാറാകുക എന്ന് മാത്രമല്ല, ഈ സഭയിൽ നിന്ന് റിട്ടയർഡായി പിരിഞ്ഞു പോകുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു തുക കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു പെൻഷനെങ്കിലും അനുവദിക്കാനുള്ളൊരു മനസാക്ഷി, ഒരു മര്യാദ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടാക്കണം. ഇല്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകളിലൂടെയും മറ്റ് ആളുകളുടെ അവസ്ഥ വെച്ച് ഇതൊക്കെ ആളുകൾ കേൾക്കുമ്പം അവനവൻ്റെ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാകും എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.